ദൈവം നിശബ്ദനാണോ? നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന 10 മിനിറ്റ്. നമസ്കാരം. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്രപേർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്? ആരോടും പറയാൻ പറ്റാത്ത, എന്നാൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വിഷമം. നമ്മളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും, മുട്ടുമടക്കി കരഞ്ഞു പ്രാർത്ഥിക്കും. പക്ഷേ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും. ദൈവമേ, ഞാൻ ഇത്രയും വിളിച്ചിട്ടും നീ എന്താണ് മിണ്ടാത്തത്? എന്റെ കണ്ണുനീർ നീ കാണുന്നില്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ, അവർ സാമ്പത്തികമായി ഉയരുന്നത് കാണുമ്പോൾ, അവരുടെ രോഗങ്ങൾ മാറുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നോക്കി നിശ്വസിക്കും. എനിക്ക് മാത്രം എന്താണ് ഒന്നും സംഭവിക്കാത്തത്? ഈ ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അടുത്ത 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇത് ഒരു കഥയല്ല, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവാണ്. നമുക്ക് ഒരു ചെറിയ സംഭവത്തിലേക്ക് പോകാം. ഒരിക്കൽ ഒരു അപ്പച്ചനും മകനും കൂടി വൈകുന്നേരം വീടിന്റെ മുറ്റത്ത് ഇരിക്കുകയായിരുന്നു. ആകാശം ചുവന്ന് തുടുത്തു നിൽക്കുന്ന ആ നേരം. പെട്ടെന്ന് ദൂരെ ആകാശത്ത് ഒരു വിമാനം പറന്നു പോകുന്നത് ആ മകൻ കണ്ടു. അവൻ കൗതുകത്തോടെ അപ്പച്ചനോട് ചോദിച്ചു, "അപ്പച്ചാ, എല്ലാവരും പറയുന്നു ദൈവം വലിയവനാണെന്ന്. പ്രപഞ്ചത്തേക്കാൾ വലിയവൻ. പക്ഷേ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ലല്ലോ. ദൈവം സത്യത്തിൽ എത്രത്തോളം വലുതാണ്?" അപ്പച്ചൻ ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി നൽകിയില്ല. പകരം ആകാശത്തെ വിമാനത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, "മോനെ, ആ വിമാനത്തിന് എത്ര വലുപ്പമുണ്ട്?" മകൻ ചിരിച്ചുകൊണ്ട് വിരലുകൾക്കിടയിൽ ഒരു ചെറിയ വിടവ് കാണിച്ചു പറഞ്ഞു, "അപ്പച്ചാ, അതൊരു ചെറിയ ഈച്ചയെപ്പോലെയുണ്ട്. എന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രയും ചെറുതാണ് ആ വിമാനം." അപ്പച്ചൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അപ്പച്ചൻ മകനെയും കൂട്ടി നഗരത്തിലെ വലിയൊരു എയർപോർട്ടിൽ പോയി. അവിടെ റൺവേയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കൂറ്റൻ ബോയിംഗ് വിമാനത്തിന് തൊട്ടടുത്ത് അവനെ കൊണ്ടുപോയി നിർത്തി. മകൻ അമ്പരന്നുപോയി. തന്റെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ മല നിൽക്കുന്നത് പോലെ ആ വിമാനം. അപ്പച്ചൻ വീണ്ടും ചോദിച്ചു, "മോനെ, ഇപ്പോൾ പറയൂ. ഇതിന് എത്ര വലുപ്പമുണ്ട്?" മകൻ വിസ്മയത്തോടെ പറഞ്ഞു, "അപ്പച്ചാ, ഇത് അതിഭീമാകാരമാണ്. ഇതിനുള്ളിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇരിക്കാം. ഇത്രയും വലിയൊരു വസ്തുവാണ് അന്ന് ആകാശത്ത് കണ്ടതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലുമാകുന്നില്ല." അപ്പോൾ ആ അപ്പച്ചൻ മകന്റെ തോളിൽ കൈവെച്ച് പറഞ്ഞു, "മോനെ, ഇതുതന്നെയാണ് ദൈവത്തിന്റെ കാര്യവും. നീ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നുവോ അത്രത്തോളം ദൈവം നിനക്ക് ചെറുതായി തോന്നും. നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് വലുതായും തോന്നും. എന്നാൽ നീ ദൈവത്തോട് അടുത്ത് ചെല്ലുന്തോറും നിന്റെ സങ്കടങ്ങളെക്കാളും രോഗങ്ങളെക്കാളും വലിയവനാണ് നിന്റെ ദൈവം എന്ന് നീ തിരിച്ചറിയും." നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ പ്രശ്നത്തെ മാത്രം നോക്കിയിരിക്കും. രോഗത്തെക്കുറിച്ച് ചിന്തിക്കും, കടബാധ്യതയെക്കുറിച്ച് ആകുലപ്പെടും. അപ്പോൾ ആ പ്രശ്നം നമ്മുടെ കണ്ണിനു മുന്നിൽ വലിയൊരു മല പോലെ വളരും. ആ സമയത്ത് ദൈവം ആ ആകാശത്തെ വിമാനം പോലെ വളരെ ദൂരെ ചെറിയൊരു ബിന്ദുവായേ നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, ദൈവം ചെറുതായതുകൊണ്ടല്ല നമുക്ക് മറുപടി ലഭിക്കാത്തത്. മറിച്ച് നമ്മുടെ സങ്കടങ്ങൾ കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് മാനസികമായി ഒരുപാട് ദൂരേക്ക് പോയതുകൊണ്ടാണ്. നാം അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ യഹോവ വലിയവനാകുന്നു എന്ന് നാം അനുഭവിച്ചറിയും. വിമാനം ചെറുതല്ല, നിന്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. എങ്ങനെയാണ് ദൈവത്തോട് അടുക്കുക എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പള്ളിയിൽ പോകുന്നത് മാത്രമല്ല അത്. ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ നിമിഷങ്ങളിലും, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോട് സംസാരിക്കാൻ ശ്രമിക്കുക. "ദൈവമേ, എനിക്ക് വഴി അറിയില്ല, നീ എന്നെ നയിക്കണേ" എന്ന ഒരു ചെറിയ വാചകം മതി ദൈവത്തോട് അടുക്കാൻ. നമ്മുടെ ജീവിതത്തിലെ നിശബ്ദമായ നിമിഷങ്ങളെ ഭയപ്പെടരുത്. ഒരു വിമാനം പറന്നുയരുന്നതിന് മുൻപ് റൺവേയിൽ കുറച്ചു നേരം നിശബ്ദമായി നിൽക്കും. അത് പറക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നിശബ്ദത ഉണ്ടെങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ അവിടുന്ന് ഒരുങ്ങുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ എത്ര വലുതായാലും അത് മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന ബോധ്യം എപ്പോഴും കൂടെയുണ്ടാവണം. ഇന്ന് ഈ 10 മിനിറ്റ് നിങ്ങൾ എന്നോടൊപ്പം ചെലവഴിച്ചുവെങ്കിൽ എന്റെ ഒരു വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആകാശത്തെ വിമാനത്തെ നോക്കുന്ന മകനെപ്പോലെയല്ല, ആ വിമാനത്തിനുള്ളിൽ കയറി യാത്ര ചെയ്യുന്ന യാത്രക്കാരനെപ്പോലെ നമുക്ക് ദൈവത്തോട് അടുക്കാം.
ഈ വാക്കുകൾ ഇന്ന് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അമേൻ എന്ന് രേഖപ്പെടുത്തുക. സമാനമായ വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകുക. അവരുടെ ജീവിതത്തിലും ഈ വാക്കുകൾ ഒരു വെളിച്ചമാകട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.